ശാലു വലിയ ഇതിലൊക്കെ വീഡിയോ ചെയ്തിട്ട് വലിയ സങ്കടത്തിലൊക്കെ പറയാനില്ലേ, ഏറ്റവും നമ്പർ 1 കള്ളനും അവന്റെ ചിരിയിലുണ്ട്. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 35 വീഡിയോ ചെയ്ത് 40 വീഡിയോ ചെയ്ത് കൂടി വന്നാൽ 13 വീട് 14 വീട്, അതിൽ കൂടുതൽ ഒരു വീടും ചെയ്തില്ല. ഈ ശാരിക എന്ന് പറയുന്ന പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണീര് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ടായിരുന്നാലും ശരി ഈ പണി തീർത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് കണ്ടോ, ഏതെങ്കിലും പണി തീർന്നിട്ടുണ്ടോ? അമൃത ചാനലിലെ ശാരിക എന്ന് പറഞ്ഞ കൊച്ചിന് ചെയ്യുന്ന വീടാണ് ഈ വീട്. ശാലു പേയാട് എന്ന് പറഞ്ഞ പുള്ളി എന്നെ കൊണ്ടാണ് ഈ വർക്കെല്ലാം ചെയ്യിപ്പിച്ചത്. ഇതിന്റെ പണി മൊത്തത്തിൽ തീർന്നു പറഞ്ഞ് കാണിച്ചായിരുന്നു, പക്ഷെ ഇത് തീർന്നിട്ടില്ല. ഇനി വയ്ക്കാൻ ഒക്കാത്ത വൈഫിന്റെ പേരിൽ ഒരു സ്വർണ്ണം പണയം വെച്ചാണ് ചെയ്യുന്നത്. 5 വീടാ ഈ പുള്ളിയുടെ വീട് ഞാൻ ചെയ്തത്. 5 വീട് കൊണ്ട് ഞാൻ നക്ഷത്രക്കാലം എണ്ണി ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെക്കേണ്ട അവസ്ഥ വന്നു. തുടക്കം പോലെയുള്ള സ്റ്റുഡിയോ റോഡിൽ വീട്ടുകാരുടെ വീട് ഞാനാണ് ചെയ്തത്. എനിക്ക് 40,000 പുള്ളി എന്നാണ് ഞാൻ വാർത്തു കൊടുത്തത്. എനിക്ക് അതിനകത്ത് പുള്ളി 5 പൈസ തന്നിട്ടില്ല. പുള്ളിയുടെ സ്വഭാവം ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വരും. പുള്ളി ഇവിടെ വന്ന് വീഡിയോ എടുക്കും, പുള്ളി അങ്ങ് പോകും. പിന്നെ അത്രേ ഉള്ളൂ പുള്ളിയുടെ പരിപാടി. ഇതിന് പുള്ളി പറയണം പുള്ളിയുടെ കയ്യിൽ നിന്ന് പുള്ളിയുടെ പോക്കറ്റിൽ നിന്നാണ് വന്നതാണ് പുള്ളി പറയുന്ന കാര്യം. അതാണ് സത്യസന്ധനായിട്ട് പറയണമെങ്കിൽ പുള്ളി അതിൽ 1 രൂപയും പുള്ളിയുടെ കയ്യിൽ നിന്ന് വരുന്നേ അല്ല. ഈ എന്നെ പോലെയുള്ള പാവങ്ങളെ വഞ്ചിച്ച് അവൻ സമ്പാദിക്കുന്നുണ്ട്, ജനങ്ങളെ ഇന്ന് പിരിവെടുക്കുന്നുണ്ട്. ഇതിനേക്കാളും അവൻ തെണ്ടാൻ പോകുന്നതാണ് നല്ലത്. ശാരികയുടെ അമൗണ്ട് എനിക്ക് തന്നത് 4,03,000 രൂപ തന്നു. സുരേഷ് ഗോപി പോലും വന്ന് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അടക്കം ഇദ്ദേഹത്തിന്റെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവാർഡല്ല കൊടുക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ചെവിക്കല്ലേ അടിച്ചു കൊടുക്കും. എന്റെ പഠിപ്പിര കൺസൾട്ടന്റ് എന്നുള്ള ആ യൂട്യൂബിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കറിയാം. എന്റെ തുടക്കം പോലെയുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്റെ പഠിപ്പിര കൺസൾട്ടന്റ് എന്നുള്ള കമ്പനി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ കമ്പനിയെ പറ്റി അറിയാം. ഈ ശാലു പേയാട് എന്ന് പറഞ്ഞ വ്യക്തി ഇതിലുള്ള ആകെ മൊത്തം തന്നിട്ടുള്ളത് ഈ 4,03,000 രൂപ ചാനൽ ഉൾപ്പെടെ തന്നതാ. ഈ വീട് 4,03,000 രൂപയ്ക്ക് തീരുമോ? ഇത് സങ്കടം കൊണ്ട് പറയണം. ഒരു മനുഷ്യന്റെ അവസ്ഥ ഇതേ കണക്ക് ആർക്കും ഒരു അവസ്ഥ വരല്ലേ. 4,03,000 രൂപ ഈ വീട്ടിൽ തന്നിട്ടുള്ളൂ. എല്ലാം പുള്ളി പറഞ്ഞ് 2 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം രൂപ കയറ്റിയാ പറയുന്നത്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് കൊണ്ട് വീട് ചെയ്യുന്നത്. എല്ലാ ഗൾഫ് മലയാളികളും എല്ലാം ഇടുന്നത് പുള്ളിയുടെ അക്കൗണ്ട്. അവിടെ പുള്ളി എനിക്കൊരു 5 പാക്കറ്റ് സിമെന്റ് അണ്ണാ ഇന്നൊരു 5 പാക്കറ്റ് സിമെന്റിന് ഞാൻ പൈസ മറ്റേ പുള്ളി അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കറിയാം പുള്ളിക്ക് വലിയ എമൗണ്ട് വന്നിട്ടാണ് പുള്ളി 5 പാക്കറ്റ് സിമെന്റ് കണക്കിടുന്നത്. പുള്ളി വലിയ ഇതിലൊക്കെ പറഞ്ഞ് ചൊരക്ക തിന്ന പയ്യനാണെന്നൊക്കെ പറഞ്ഞു. ഞാനാണ് ആ വീഡിയോ ആദ്യം കണ്ടിട്ട് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ചെന്ന ശേഷമാണ് ശാലുഭായി വിളിച്ചു വരുത്തുന്നത്. ആ ചൊരക്ക തിന്ന് പറയുമ്പോൾ ചുമ്മാ പറയുന്നതാ. ചൊരക്കാൻ നിന്നില്ല ഒന്നുമില്ല. ആ കൊച്ചിന്റെ ചോറ് ഇച്ചിരി പഴകിയ ഒരു ചോറായിരുന്നു. വീട്ടുകാർക്ക് 1000 രൂപ വരുമ്പോൾ പുള്ളിയുടെ അക്കൗണ്ടിൽ വരുന്ന വൻ തുകകളാണ്. പുള്ളി ഏത് അക്കൗണ്ടെന്ന് അറിയത്തില്ല. എല്ലാ അക്കൗണ്ടുകളും പുള്ളി ഓരോരോ കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാറ്. ഞാൻ പുള്ളിക്ക് വീഡിയോ അങ്ങ് ഭയങ്കര ഇതിലാണ്. ഒരു 10 വീഡിയോ കിട്ടിയെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് 10 വീടൊന്നും വെക്കാക്കത്തില്ല. മന്ത്രിക്കൊന്നും പുറത്ത വീട് ഇതിന് മുമ്പേ ഒരു വീട് പാലിയാച്ച് കാണിച്ചിട്ടുണ്ട്. ആ വീട്ടിലോട്ട് ഈ പറയുന്ന ജനങ്ങൾ ഒരു 10 പേര് കൂടി ആ വീടൊന്ന് പോയി സന്ദർശിക്കണം. അപ്പോഴറിയാം ഈ ശാലു പേയാട് ആരാണെന്ന്. ശാലു പേയാട് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പുള്ളി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അണ്ണാ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒരു 5-6 പയ്യന്മാരെ വിട്ടുതരാം.